നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന ചോദ്യപേപ്പർ ചോർച്ച നിരവധി ചോദ്യങ്ങളും ആശങ്കകളുമാണ് ഉയർത്തുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പുതുവഴിയാണ് ഇക്കുറി തട്ടിപ്പുകാർ സ്വീകരിച്ചത്. സാധാരണയായി ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് ചോർച്ചയുണ്ടാവുക. ഇതാണ് തട്ടിപ്പ് സംഘങ്ങളുടെ പതിവ് രീതി. എന്നാൽ ഇക്കുറി അതുക്കും മേലെ കടന്നാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പുറത്തുവരുന്ന വിവരം അനുസരിച്ച് പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത്. നാസിക്കിലെ ഒരു പ്രസ്സിലാണ് ഇത്തവണത്തെ നീറ്റ് ചോദ്യപേപ്പർ അച്ചടിച്ചത്. ഈ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നാണ് ചോർച്ചയുണ്ടായത്. പരീക്ഷയ്ക്ക് 15 ദിവസം മുൻപ് തന്നെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. ചോദ്യപേപ്പറിന്റെ പൂർണ്ണരൂപം മെഡിക്കൽ വിദ്യാർത്ഥിയായ ശുഭം കർണിയാറിന് കിട്ടി. ഈ ചോദ്യപേപ്പർ ഹരിയാന ഗുരുഗ്രാമിലെ ഒരു ഡോക്ടർക്ക് ഇയാൾ കൊറിയർ ചെയ്തു. പിന്നീട് ഈ ചോദ്യപേപ്പർ ജയ്പൂർ വഴി നീറ്റ് പരീക്ഷ പരിശീലനത്തിന്റെ ഹബ്ബായ സ്കിയറിലെത്തി. അവിടെ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചോദ്യപേപ്പർ എത്തിയെന്നാണ് കണ്ടെത്തൽ. ഡൽഹി, ഡെറാഡൂൺ, ജമ്മു കശ്മീർ, ബീഹാർ, കേരളം, തെലങ്കാന, ആന്ധ്ര എന്നിവിടങ്ങളിലേക്കെല്ലാം ചോദ്യപേപ്പർ എത്തി. ആദ്യം കിട്ടിയ യഥാർത്ഥ ചോദ്യപേപ്പറിനെ മാറ്റി മാതൃകാ ചോദ്യപേപ്പർ എന്ന രീതിയിലാണ് കൈമാറിയത്. സംശയം തോന്നാതിരിക്കാനും പിടിക്കപ്പെടാതിരിക്കാനുമായിരുന്നു ഇത്. 25,000 മുതൽ 2 ലക്ഷം വരെ ഈടാക്കിയാണ് ഈ മാതൃകാ ചോദ്യപേപ്പർ വിറ്റത്. ടെലഗ്രാം, വാട്സ്ആപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ വഴിയായിരുന്നു ചോദ്യപേപ്പർ കൈമാറ്റം. രാജ്യത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കണ്ണികൾ വഴിയാണ് തട്ടിപ്പ് അരങ്ങേറിയത്. കേരളത്തിൽ പഠിക്കുന്ന ചുരു സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിയും ഈ സംഘത്തിന്റെ കണ്ണിയാണ്. ഇയാൾ വഴി കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും മാതൃകാ ചോദ്യപേപ്പർ ലഭിച്ചു. രാജസ്ഥാനിലെ സിക്കറിൽ നിന്നുള്ള സഹോദരങ്ങളായ മംഗിലാൽ, ദിനേശ് ബിവൽ എന്നിവർക്ക് പരീക്ഷയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുൻപ് ഗുരുഗ്രാമിലെ ഡോക്ടറിൽ നിന്ന് ചോദ്യപേപ്പർ ലഭിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏപ്രിൽ 26-നായിരുന്നു ഇവർ ചോദ്യപേപ്പർ വാങ്ങിയത്. സഹോദരന്മാരിൽ ഒരാൾ പേപ്പർ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മകന് കൈമാറി. ഏപ്രിൽ 29-നായിരുന്നു ഇയാൾ ചോദ്യപേപ്പർ മകന് നൽകിയത്. ഈ വിദ്യാർത്ഥിയിൽ നിന്ന് ചോദ്യപേപ്പർ നിരവധി പേരിലേക്ക് എത്തിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. CBI ആണ് കേസ് നിലവിൽ അന്വേഷിക്കുന്നത്. 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്.